പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരരെ, തപസ്സുകാല ആരംഭം മുതലുള്ള ദിവസങ്ങൾ തൊട്ട് തപശ്ചര്യയും പരസ്നേഹ പ്രവൃത്തികളും വഴി നമ്മൾ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുകയായിരുന്നുവല്ലോ. ഇന്നാകട്ടെ സാർവത്രിക സഭയോട് ചേർന്ന് നമ്മുടെ കർത്താവിൻ്റെ പെസഹ രഹസ്യത്തിന്, അതായത് അവിടുത്തെ പീഡാസഹനവും ഉത്ഥാനവും തുടക്കം കുറിക്കാനാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ രഹസ്യം പൂർത്തീകരിക്കാനാണ് അവിടുന്ന് തൻ്റെ നഗരമായ ജെറൂസലേമിലേക്ക് പ്രവേശിച്ചത്. അതിനാൽ തികഞ്ഞ വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ അവിടുത്തെ രക്ഷാകരമായ പ്രവേശനം അനുസ്മരിച്ച് കർത്താവിനെ നമുക്ക് അനുഗമിക്കാം. അങ്ങനെ അവിടുത്തെ കൃപാവരം വഴി കുരിശിൽ പങ്കുചേർന്ന് നമ്മളും അവിടുത്തെ ഉത്ഥാനത്തിലും ജീവനിലും ഭാഗവാക്കുകളാകാൻ ഇടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഈ കുരുത്തോലകൾ അങ്ങ് അനുഗ്രഹത്താൽ വിശുദ്ധീകരിക്കണമേ. ആഹ്ലാദഭരിതരായി ക്രിസ്തുരാജനെ അനുഗമിക്കുന്ന ഞങ്ങൾ അവിടുന്ന് വഴി നിത്യ ജെറൂസലേമിൽ എത്തിച്ചേരുവാൻ ശക്തരാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. സ്വരമുയർത്തി സ്വീകരിച്ചു നാഥനെ മുദാ. ഒലിവുശാഖയും വഹിച്ച പ്രായബാലകർ സ്വരമുയർത്തി സ്വീകരിച്ചു നാഥനെ മുദാ. ഉടനെ ഉച്ചരിച്ചിതാർപ്പു വിളിയൊടുത്തഹോ, ഉയരെ സ്വർഗമായതിൽ ഹോസാന. വഴിയിൽ നീലെ വസ്ത്രവും വിരിച്ചു മോടി, ജനതീ കുതുകമായി കരമുയർത്തവേ. വഴിയിൽ നീലെ വസ്ത്രവും വിരിച്ചു മോടി, മഹിതനീശ സുതനു നിത്യം ഹോസാന 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 ഹോസാന. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു ജെറുസലേമിലേക്കുള്ള യാത്ര തുടർന്നു. ഒലിവുമലയിലെ അരികെയുള്ള ബെത്ഹൈബ, ബഥാനിയ എന്നീ സ്ഥലങ്ങളിലെ സമീപിച്ചപ്പോൾ അവൻ 2 ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു: എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ ചെല്ലുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണാം. അതിനെ അഴിച്ചു കൊണ്ടുവരിക. നിങ്ങൾ അതിനെ അഴിക്കുന്നത് എന്തിനെന്ന് ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക. അയക്കപ്പെട്ടവർ പോയി യേശു പറഞ്ഞതുപോലെ കണ്ടു. അവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ അവരോട്, നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ന് ചോദിച്ചു. കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്നവർ പറഞ്ഞു. അവർ അതിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുതക്കുട്ടിയുടെ പുറത്ത് വിരിച്ച് അവർ യേശുവിനെ ഇരുത്തി. അവൻ കടന്നു പോകുമ്പോൾ അവർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ പട്ടണത്തോടടുത്ത് ഒലിവുമലയുടെ ചരിവിന് സമീപത്തെത്തിയപ്പോൾ ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്നവർ ആർത്തു വിളിച്ചു. ജനക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ചില ഫരിസേയർ അവനോട് പറഞ്ഞു: ഗുരു, നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക. അവൻ പ്രതിവചിച്ചു: ഇവർ മൗനം പാലിച്ചാൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, എളിമയുടെ മാതൃക അനുകരിക്കുവാൻ മനുഷ്യകുലത്തിനായി ഞങ്ങളുടെ രക്ഷകൻ മാംസം ധരിക്കുന്നതിനും കുരിശിലേറുന്നതിനും അങ്ങ് തിരുമനസ്സായല്ലോ. അവിടുത്തെ സഹനത്തിൻ്റെ പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ഉത്ഥാനത്തിൻ്റെ പങ്കുചേരലിന് അർഹരാവുകയും ചെയ്യാൻ ഞങ്ങളെ കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമേ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഒന്നാം വായന ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന്. എന്നെ തല്ലുന്നവരിൽ നിന്ന് ഞാൻ മുഖം മറച്ചില്ല, ഞാൻ ലജ്ജിതനാവുകയില്ലെന്ന് എനിക്കറിയാം. പരീക്ഷണനെ ആശ്വാസം നൽകുന്ന വാക്ക് ദൈവമായ കർത്താവ് എന്നെ ശിക്ഷണ എന്ന പോലെ അഭ്യസിപ്പിച്ചു. പ്രഭാതം തോറും അവിടുന്ന് എൻ്റെ കാതുകൾ ശിക്ഷണ എന്ന പോലെ ഉണർത്തുന്നു. ദൈവമായ കർത്താവ് എൻ്റെ കാതുകൾ തുറന്നു. ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല. അടിച്ചവർക്ക് പുറമ്പും താടിമീശ പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്നയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. ഞാൻ എൻ്റെ മുഖം ശിലാതുല്യമാക്കി. എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ അറിയുന്നു. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ടങ്ങ് എന്നെ ഉപേക്ഷിച്ചു? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു? കാണുന്നവരെല്ലാം എന്നെ അവഹേളിക്കുന്നു. അവർ കൊഞ്ഞനം കാട്ടുകയും പരിഹസിച്ച് തലയാട്ടുകയും ചെയ്യുന്നു. അവൻ കർത്താവിൽ ആശ്രയിച്ചല്ലോ. അവിടുന്ന് അവനെ രക്ഷിക്കട്ടെ, അവിടുന്ന് അവനെ സ്വതന്ത്രനാക്കട്ടെ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ടങ്ങ് എന്നെ ഉപേക്ഷിച്ചു? നായ്ക്കൾ എൻ്റെ ചുറ്റും കൂടിയിരിക്കുന്നു. അധർമ്മികളുടെ സംഘം എന്നെ വളഞ്ഞിരിക്കുന്നു. അവർ എൻ്റെ കൈകാലുകൾ കുത്തിതുളച്ചു. എൻ്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ടങ്ങ് എന്നെ ഉപേക്ഷിച്ചു? അവർ എൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്നു. എൻ്റെ അങ്കിക്കായി അവർ നറുക്കിടുന്നു. കർത്താവേ, അങ്ങ് അകന്നിരിക്കരുതേ. എനിക്ക് തുണയായവനെ, എൻ്റെ സഹായത്തിന് വേഗം വരേണമേ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ടങ്ങ് എന്നെ ഉപേക്ഷിച്ചു? ഞാൻ അവിടുത്തെ നാമം എൻ്റെ സഹോദരരോട് പ്രഘോഷിക്കും. സഭാമധ്യത്തിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും. കർത്താവിൻ്റെ ഭക്തരെ, അവിടുത്തെ സ്തുതിക്കുവിൻ. യാക്കോബിൻ്റെ സന്തതികളെ, അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ടങ്ങ് എന്നെ ഉപേക്ഷിച്ചു? രണ്ടാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും കർത്താവായ യേശു ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായി തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണയുള്ളവനായി തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിനു മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു
കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറഞ്ഞതിനും വേണ്ടിയാണ് കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവായ യേശു ക്രിസ്തുവേ, അനന്ത മഹിമയുടെ രാജാവേ, അങ്ങേക്ക് സ്തുതി. ക്രിസ്തു മരണം വരെ, അതെ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. കർത്താവായ യേശു ക്രിസ്തുവേ, അനന്ത മഹിമയുടെ രാജാവേ, അങ്ങേക്ക് സ്തുതി. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവ ചരിത്രം. അക്കാലത്ത് പെസഹ വിരുന്നിന് സമയമായപ്പോൾ യേശു ഭക്ഷണത്തിനിരുന്നു. അവനോടൊപ്പം അപ്പോസ്തലന്മാരും. അവൻ അവരോട് പറഞ്ഞു, പീഡ അനുഭവിക്കുന്നതിന് മുൻപ് നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നത് വരെ ഞാനിത് ഭക്ഷിക്കുകയില്ല. അവൻ പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തതിന് ശേഷം പറഞ്ഞു, ഇത് വാങ്ങി നിങ്ങൾ പങ്കുവയ്ക്കുവൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നത് വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല. പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. എന്നാൽ ഇതാ എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ്റെ കൈ എൻ്റെ അടുത്ത മേശമേൽ തന്നെ ഉണ്ട്. നിശ്ചയിക്കപ്പെട്ടതുപോലെ മനുഷ്യപുത്രൻ പോകുന്നു. എന്നാൽ അവൻ ആർ ഒറ്റിക്കൊടുക്കുന്നുവോ ആ മനുഷ്യന് ദുരിതം. തങ്ങളിൽ ആരാണ് ഇത് ചെയ്യാനിരിക്കുന്നതെന്ന് അവർ പരസ്പരം ചോദിക്കാൻ തുടങ്ങി. തങ്ങളിൽ വലിയവൻ ആരാണ് എന്നൊരു തർക്കം അവരുടെ ഇടയിൽ ഉണ്ടായി. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, വിജാതിയരുടെ മേൽ അവരുടെ രാജാക്കന്മാർ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നു. തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ അവർ ഉപകാരികളായി കണക്കാക്കുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കരുത്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം. ആരാണ് വലിയവൻ? ഭക്ഷണത്തിനിരിക്കുന്നവനോ പരിചരിക്കുന്നവനോ? ഭക്ഷണത്തിനിരിക്കുന്നവനല്ലേ? ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പോലെയാണ്. എൻ്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ. എൻ്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ച് തന്നിരിക്കുന്ന പോലെ ഞാൻ നിങ്ങൾക്കും തരുന്നു. അത് നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ വിധിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി അത്രേ. കർത്താവ് വീണ്ടും അരുൾ ചെയ്തു, ശിമയോൻ ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. ശിമയോൻ പറഞ്ഞു, കർത്താവേ, നിന്റെ കൂടെ കാരാഗൃഹത്തിലേക്ക് പോകാനും മരിക്കാൻ തന്നെയും ഞാൻ തയ്യാറാണ്. അവൻ പറഞ്ഞു, പത്രോസേ, ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നെ അറിയുകയില്ല എന്ന് 3 പ്രാവശ്യം നിഷേധിച്ച് പറയുന്നതിന് മുൻപ് ഇന്ന് കോഴി കൂവുകയില്ല. അനന്തരം അവൻ അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളെ മടിശീലയോ ഭാണ്ഡമോ ചെരുപ്പോ ഇല്ലാതെ അയച്ചപ്പോൾ നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവുണ്ടായോ? അവർ പറഞ്ഞു, ഒന്നിനും കുറവുണ്ടായില്ല. അവൻ പറഞ്ഞു, എന്നാൽ ഇപ്പോൾ മടിശീലയുള്ളവൻ അതെടുക്കട്ടെ. അതുപോലെ തന്നെ ഭാണ്ഡവും. വാളില്ലാത്തവൻ സ്വന്തം കുപ്പായം വിറ്റ് വാൾ വാങ്ങട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ നിയമലംഘകരോടുകൂടെ എണ്ണപ്പെട്ടു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്നിൽ നിവർത്തിയാകേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ എന്നെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്നത് പൂർത്തിയാകേണ്ടതാണ്. അവർ പറഞ്ഞു, കർത്താവേ, ഇവിടെ 2 വാളുകളുണ്ട്. അവൻ പറഞ്ഞു, അത് മതി.
അവൻ പുറത്തു വന്ന് പതിവ് പോലെ ഒലിവുമലയിലേക്ക് പോയി. ശിഷ്യന്മാരും അവനെ പിന്തുടർന്നു. അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു. പിതാവേ, അങ്ങയ്ക്കിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ വ്യസനം നിമിത്തം തളർന്ന് ഉറങ്ങുന്നത് കണ്ടു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. അവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജനക്കൂട്ടം അവിടെ വന്നു. 12 പേരിൽ ഒരുവനായ യൂദാസ് അവരുടെ മുമ്പിൽ നടന്നിരുന്നു. യേശുവിനെ ചുംബിക്കാൻ അവൻ മുൻപോട്ട് വന്നു. യേശു അവനോട് ചോദിച്ചു, യൂദാസേ, ചുംബനം കൊണ്ടോ നീ മനുഷ്യപുത്രൻ ഒറ്റിക്കൊടുക്കുന്നത്? എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കണ്ടപ്പോൾ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവർ ചോദിച്ചു, കർത്താവേ, ഞങ്ങൾ വാളെടുത്ത് വെട്ടട്ടെയോ? അവരിൽ ഒരുവൻ പ്രധാന പുരോഹിതന്റെ സേവകനെ വെട്ടി അവൻ്റെ വലത്ത് ചെവി ഛേദിച്ചു. അത് കണ്ട് യേശു പറഞ്ഞു, നിർത്തൂ. അനന്തരം യേശു അവൻ്റെ ചെവി തൊട്ട് അവനെ സുഖപ്പെടുത്തി. അപ്പോൾ യേശു തനിക്കെതിരായി വന്ന പുരോഹിത പ്രമുഖരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും പറഞ്ഞു, കവർച്ചക്കാരനെതിരെ എന്ന പോലെ വാളും വടിയുമായി നിങ്ങൾ വന്നിരിക്കുന്നുവോ? ഞാൻ നിങ്ങളോടുകൂടെ എല്ലാ ദിവസവും ദേവാലയത്തിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചില്ല. എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ്, അന്ധകാരത്തിൻ്റെ ആധിപത്യവും. അവർ അവനെ പിടിച്ച് പ്രധാനാചാര്യൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പത്രോസ് അകലെയായി അവനെ അനുഗമിച്ചിരുന്നു. അവർ നടുമുറ്റത്ത് തീ കൂട്ടി അതിന് ചുറ്റും ഇരുന്നപ്പോൾ പത്രോസും അവരോടുകൂടെ ഇരുന്നു. അവൻ തീക്കരികെ ഇരിക്കുന്നത് കണ്ട് ഒരു പരിചാരിക സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇവനും അവനോടുകൂടെ ആയിരുന്നു. എന്നാൽ പത്രോസ് അത് നിഷേധിച്ച് പറഞ്ഞു, സ്ത്രീയെ, അവനെ ഞാൻ അറിയുകയില്ല. അല്പം കഴിഞ്ഞ് വേറൊരാൾ പത്രോസിനെ കണ്ടിട്ട് പറഞ്ഞു, നീയും അവരിൽ ഒരുവനാണ്. അപ്പോൾ അവൻ പറഞ്ഞു, മനുഷ്യ, ഞാനല്ല. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് വേറൊരാൾ ഉറപ്പിച്ചു പറഞ്ഞു, തീർച്ചയായും ഈ മനുഷ്യനും അവനോടുകൂടെ ആയിരുന്നു, ഇവനും ഗലീലിയക്കാരനാണല്ലോ. പത്രോസ് പറഞ്ഞു, മനുഷ്യ, നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോഴി കൂവി. കർത്താവ് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി. ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും എന്ന് കർത്താവ് പറഞ്ഞ വചനം അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. അവൻ പുറത്തുപോയി മനംനൊന്ത് കരഞ്ഞു. യേശുവിന് കാവൽ നിന്നിരുന്നവൻ അവനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തു. അവൻ അവൻ്റെ കണ്ണുകൾ മൂടിക്കൊണ്ട് പറഞ്ഞു, നിന്നെ അടിച്ചവൻ ആരെന്ന് പ്രവചിക്കുക. അവർ അവനെ അധിക്ഷേപിച്ച് അവനെതിരായി പലതും പറഞ്ഞു. പ്രഭാതമായപ്പോൾ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം സമ്മേളിച്ചു. അവർ അവനെ തങ്ങളുടെ സംഘത്തിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞു, നീ ക്രിസ്തുവാണെങ്കിൽ അത് ഞങ്ങളോട് പറയുക. അവൻ അവരോട് പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല, ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം തരികയുമില്ല. ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലത്തുവശത്ത് ഇരിക്കും. അവരെല്ലാവരും കൂടെ ചോദിച്ചു, അങ്ങനെയെങ്കിൽ നീ ദൈവപുത്രനാണോ? അവൻ പറഞ്ഞു, നിങ്ങൾ തന്നെ പറയുന്നുവല്ലോ ഞാൻ ആണെന്ന്. അവൻ പറഞ്ഞു, ഇനി നമുക്ക് വേറെ സാക്ഷ്യം എന്തിന്? അവൻ്റെ നാവിൽ നിന്ന് തന്നെ നാം അത് കേട്ടു കഴിഞ്ഞു. അനന്തരം അവരുടെ സംഘം ഒന്നാകെ എഴുന്നേറ്റ് അവനെ പീലാത്തോസിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി. അവർ അവൻ്റെ മേൽ കുറ്റം ചുമത്താൻ തുടങ്ങി. ഈ മനുഷ്യൻ
ഞങ്ങളുടെ ജനത്തെ വഴിതെറ്റിക്കുകയും സീസറിന് നികുതി കൊടുക്കുന്നത് നിരോധിക്കുകയും താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടിരിക്കുന്നു. പീലാത്തോസ് അവനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? അവൻ മറുപടി പറഞ്ഞു, നീ തന്നെ പറയുന്നുവല്ലോ. പീലാത്തോസ് പുരോഹിത പ്രഭുക്കന്മാരോടും ജനക്കൂട്ടത്തോടും പറഞ്ഞു, ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറവും കാണുന്നില്ല. അവരാകട്ടെ നിർബന്ധപൂർവം പറഞ്ഞു, ഇവൻ ഗലീല മുതൽ ഇവിടം വരെ യൂദായിലെങ്ങും പഠിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ഇളക്കിവിടുന്നു. ഇത് കേട്ട് പീലാത്തോസ് ചോദിച്ചു, ഈ മനുഷ്യൻ ഗലീലിയക്കാരനാണോ? അവൻ ഹെറോദോസിൻ്റെ അധികാരത്തിൽപ്പെട്ടവനാണെന്നറിഞ്ഞപ്പോൾ പീലാത്തോസ് അവനെ അവൻ്റെ അടുത്തേക്ക് അയച്ചു. ആ ദിവസങ്ങളിൽ ഹെറോദേസ് ജെറുസലേമിൽ ഉണ്ടായിരുന്നു. ഹെറോദേസ് യേശുവിനെ കണ്ടപ്പോൾ അത്യധികം സന്തോഷിച്ചു. എന്തെന്നാൽ അവൻ യേശുവിനെ പറ്റി കേട്ടിരുന്നത് കൊണ്ട് അവനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. അവൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരത്ഭുതം കാണാമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ അവൻ പലതും അവനോട് ചോദിച്ചു. പക്ഷേ അവൻ ഒന്നിനും ഉത്തരം പറഞ്ഞില്ല. പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും അവൻ്റെ മേൽ ആവേശപൂർവം കുറ്റം ചുമത്തിക്കൊണ്ട് ചുറ്റും നിന്നിരുന്നു. ഹെറോദേസ് പടയാളികളോട് ചേർന്ന് അവനോട് നിന്ദ്യമായി പെരുമാറുകയും അവനെ അധിക്ഷേപിക്കുകയും ചെയ്തു. അവനെ പകിട്ടേറിയ വസ്ത്രം ധരിച്ച് പീലാത്തോസിൻ്റെ അടുത്തേക്ക് തിരിച്ചയച്ചു. അന്നു മുതൽ ഹെറോദേസും പീലാത്തോസും പരസ്പരം സ്നേഹിതന്മാരായി. മുൻപ് അവർ ശത്രുതയിലാണ് കഴിഞ്ഞിരുന്നത്. പീലാത്തോസ് പുരോഹിത പ്രമുഖരെയും നേതാക്കന്മാരെയും ജനത്തെയും ഒന്നിച്ചു കൂട്ടി അവരോട് പറഞ്ഞു, ജനത്തെ വഴി പിഴപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവനെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഇതാ നിങ്ങളുടെ മുമ്പിൽ വച്ച് തന്നെ ഇവനെ ഞാൻ വിസ്തരിച്ചു. നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളിൽ ഒന്നുപോലും ഇവനിൽ ഞാൻ കണ്ടില്ല, ഹെറോദേസും കണ്ടില്ല. അവൻ ഇവനെ എൻ്റെ അടുത്തേക്ക് തിരിച്ചയച്ചിരിക്കുകയാണല്ലോ. നോക്കൂ, മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഇവൻ ചെയ്തിട്ടില്ല. അതിനാൽ ഞാൻ ഇവനെ ചമ്മട്ടി കൊണ്ട് അടിച്ച് വിട്ടയക്കും. അപ്പോൾ അവർ ഏകസ്വരത്തിൽ ആക്രോശിച്ചു, ഇവനെ കൊണ്ടുപോകുക, ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക. പട്ടണത്തിൽ നടന്ന കലാപത്തിനും കൊലപാതകത്തിനും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവനാണ് ബറാബസ്. യേശുവിനെ വിട്ടയക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പീലാത്തോസ് ഒരിക്കൽ കൂടി അവരോട് സംസാരിച്ചു. അവരാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. പീലാത്തോസ് മൂന്നാം പ്രാവശ്യവും അവരോട് ചോദിച്ചു, അവൻ എന്ത് തിന്മ പ്രവർത്തിച്ചു? വധശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഞാൻ അവനിൽ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ അവനെ ചമ്മട്ടി കൊണ്ട് അടിച്ച് വിട്ടയക്കും. അവനെ ക്രൂശിക്കണമെന്ന് അവർ നിർബന്ധപൂർവം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം അവരുടെ നിർബന്ധം തന്നെ വിജയിച്ചു. അവർ ആവശ്യപ്പെട്ടത് അനുവദിച്ചു കൊടുക്കാൻ പീലാത്തോസ് തീരുമാനിച്ചു. അവർ ആവശ്യപ്പെട്ട മനുഷ്യനെ, കലാപത്തിനും കൊലപാതകത്തിനും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നവനെ അവൻ വിട്ടയക്കുകയും യേശുവിനെ അവരുടെ ഇംഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അവർ അവനെ കൊണ്ടുപോകുമ്പോൾ നാട്ടിൻ പുറത്ത് നിന്ന് ആ വഴി വന്ന ശിമിയോൻ എന്ന ഒരു കിറേനക്കാരനെ പിടിച്ചു നിർത്തി കുരിശ് ചുമലിൽ വെച്ച് യേശുവിൻ്റെ പിറകെ ചുമന്നുകൊണ്ടുവരാൻ നിർബന്ധിച്ചു. ഒരു വലിയ ജനക്കൂട്ടവും കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും യേശുവിൻ്റെ പിന്നാലെ പോയിരുന്നു. അവരുടെ നേരെ തിരിഞ്ഞ് യേശു പറഞ്ഞു, ജെറൂസലേം പുത്രിമാര്, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. എന്തെന്നാൽ വന്ധ്യകൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും ഭാഗ്യം എന്ന് പറയപ്പെടുന്ന ദിവസങ്ങൾ വരും. അന്നവർ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുക എന്നും കുന്നുകളോട് ഞങ്ങളെ മൂടിക്കളയുക എന്നും പറയാൻ തുടങ്ങും. പച്ചത്തടിയോട് അവർ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിന് എന്ത് സംഭവിക്കും?
കുറ്റവാളികളായ മറ്റ് 2 പേരെ കൂടെ അവനോടൊപ്പം വധിക്കാൻ അവർ കൂട്ടിക്കൊണ്ടുപോയി. തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ വന്നു. അവിടെ അവർ അവനെ കുരിശിൽ തറച്ചു. ആ കുറ്റവാളികളെയും ഒരുവനെ അവൻ്റെ വലത്തുവശത്തും ഇതരനെ ഇടത്തുവശത്തും ക്രൂശിച്ചു. യേശു പറഞ്ഞു, പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. അവൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ അവർ കുറിയിട്ടു. ജനം നോക്കി നിന്നു. പ്രമാണികളാകട്ടെ അവനെ പരിഹസിച്ചു പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു. ഇവൻ ദൈവത്തിൻ്റെ ക്രിസ്തുവാണെങ്കിൽ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ രക്ഷിക്കട്ടെ. പടയാളികൾ അടുത്ത് വന്ന് വിനാഗിരി കൊടുത്ത് അവനെ പരിഹസിച്ചു പറഞ്ഞു, നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. ഇവൻ യഹൂദരുടെ രാജാവ് എന്ന് ഒരു ലിഖിതം അവൻ്റെ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്നു. കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു, നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അപരൻ അവനെ ശകാരിച്ചു പറഞ്ഞു, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ. നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്. നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ തുടർന്നു, യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. യേശു അവനോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിൽ ആയിരിക്കും. അപ്പോൾ ഏകദേശം 6-ാം മണിക്കൂർ ആയിരുന്നു. 9-ാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. സൂര്യൻ ഇരുണ്ടു. ദേവാലയത്തിലെ തിരശ്ശീല നടുവേ കീറി. യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. എല്ലാവരും അല്പസമയം മുട്ടുകുത്തി നമ്മൾ യേശുവിനെ വണങ്ങി പ്രാർത്ഥിക്കുന്നു. നമുക്ക് എഴുന്നേൽക്കാം. ഈ സംഭവമെല്ലാം കണ്ടു നിന്നിരുന്ന ശതാധിപൻ ദൈവത്തെ സ്തുതിച്ച് പറഞ്ഞു, ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു. കാഴ്ച കാണാൻ കൂടിയിരുന്ന ജനക്കൂട്ടം ഇതെല്ലാം കണ്ട് മാറത്തടിച്ചുകൊണ്ട് തിരിച്ചുപോയി. അവൻ്റെ പരിചയക്കാരും ഗലീലിൽ നിന്ന് അവനെ അനുഗമിച്ചിരുന്ന സ്ത്രീകളും അകലെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നിരുന്നു. യഹൂദരുടെ ഒരു പട്ടണമായ അരിമത്തയായിൽ നിന്നുള്ള ജോസഫ് എന്നൊരുവൻ അവിടെ ഉണ്ടായിരുന്നു. ആലോചന സംഘത്തിലെ അംഗമായ അവൻ നല്ലവനും നീതിമാനുമായിരുന്നു. അവൻ അവരുടെ ആലോചനകളിലോ പ്രവൃത്തികളിലോ പങ്കുചേർന്നിരുന്നില്ല. ദൈവരാജ്യം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അവൻ പീലാത്തോസിൻ്റെ അടുത്തെത്തി യേശുവിൻ്റെ ശരീരം ചോദിച്ചു. അവൻ അത് താഴെ ഇറക്കി ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടി ഉണ്ടാക്കിയതും ആരെയും അന്നുവരെ സംസ്കരിച്ചിട്ടില്ലാത്തതുമായ ഒരു കല്ലറയിൽ വച്ചു. അന്ന് ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു. സാബത്തിൻ്റെ ആരംഭവുമായിരുന്നു. ഗലീലയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ അവനോടൊപ്പം പോയി കല്ലറ കണ്ടു. അവൻ്റെ ശരീരം എങ്ങനെ സംസ്കരിച്ചു എന്നും കണ്ടു. അവർ തിരിച്ചു വന്ന് സുഗന്ധദ്രവ്യങ്ങളും ലേപന വസ്തുക്കളും തയ്യാറാക്കി. സാബത്തിൽ അവർ നിയമാനുസൃതം വിശ്രമിച്ചു. നമുക്കിരിക്കാം. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഓശാന തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് നേരുകയാണ്.
വർഷത്തിലൊരിക്കലുള്ള ശുശ്രൂഷകളാണല്ലോ വിശുദ്ധ വാരത്തിലുള്ള ശുശ്രൂഷകൾ. അതുകൊണ്ട് നമുക്ക് പതിവിൽ നിന്ന് വ്യത്യസ്തമായ സമയം ഒക്കെ ആകും. ക്ഷമയോടുകൂടെ നിങ്ങൾ പങ്കുചേരുക. ഈ ഞായറിന് നമ്മൾ കുരുത്തോലകൾ കയ്യിലുള്ളതുകൊണ്ട് കുരുത്തോല ഞായർ എന്ന് പറയും. നമ്മൾ ഇംഗ്ലീഷിൽ പാം സൺഡേ എന്ന് പറയും. ഓശാന ഞായർ എന്ന് പറയുന്നു. വളരെ ലിറ്റർജിക്കലായിട്ടുള്ള ഒരു പേര് കൂടി ഉണ്ട് ഈ ഞായറിന്, പീഡാനുഭവ ഞായർ. പീഡാനുഭവ ഞായർ. ഇപ്പോൾ ഹോസാന എന്ന വാക്കിൻ്റെ അർത്ഥം, ഹോസിയാന, അത് ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് അർത്ഥം. ആമുഖത്തിൽ ഈരടിയൊന്ന് എല്ലാവരോടും ഏറ്റുപാടാൻ പറഞ്ഞത് ഹോസാന ഹോസാന, അത് ഏറ്റുപാടാൻ പറഞ്ഞത് അതിൻ്റെ അർത്ഥം ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. നമ്മൾ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ, നാട്ടിലെ നമ്മുടെ ഇടവക പള്ളിയൊക്കെ വിട്ട് നമ്മൾ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഇന്ന് ഈ കർമ്മങ്ങളിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നത് കുറച്ചുകൂടി ഒരു ഇരട്ടി അനുഗ്രഹം കിട്ടാൻ വേണ്ടി ആണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒന്ന് ഈരടി ഒന്ന് പാടാവോ? ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഹോസാന ഹോസാന ദാവീദിൻ സുതനോസാന. പോരാ, ഉറക്കെ. ഹോസാന ഹോസാന ദാവീദിൻ സുതനോസാ. രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹമുള്ള ചെറിയവരും വലിയവരും ചേർന്ന് ഹോസാന ഹോസാന ദാവീദിൻ സുതനോസാന. അപ്പം ഇത് കഴുതപ്പുറത്ത് രാജാവ് എഴുന്നള്ളി വരുന്നത് അത് സക്കറിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ള പ്രവചനമാണ്. സക്കറിയ 9:9 സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു, അവൻ പ്രതാപവാനും ജയശാലിയുമാണ്, അവൻ വിനയാൻവിതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. അപ്പോൾ ഇത് പ്രവചിച്ചിട്ടുള്ളതാണ് എങ്ങനെയാണ് ഇത് വരുന്നതെന്ന്, രാജാവ് വരുന്നത് എന്ന്. അപ്പോൾ ഈ ഈശോയുടെ പേര് ഹീബ്രു ഭാഷയിൽ അത് യഹോഷുവ എന്നാണ്. അതിന് മറ്റൊരു പേര് യോഷുവ എന്നും പറയും. യോഷുവ. ഇതിൻ്റെ അർത്ഥം കർത്താവ് ഞങ്ങളെ രക്ഷിക്കുന്നു എന്നാണ്. അപ്പോൾ ഞങ്ങളെ രക്ഷിക്കാനുള്ളവൻ കഴുതപ്പുറത്ത് വരുന്നു, ജനം വിളിച്ചു പറയുന്നു ഞങ്ങളെ രക്ഷിക്കണമേ. നമ്മളെ രക്ഷിക്കാനുള്ളവൻ കഴുതപ്പുറത്ത് വരുന്നു, ജനം വിളിച്ചു പറയുന്നു ഞങ്ങളെ രക്ഷിക്കണമേ. അതാണ് നമ്മൾ ഇന്ന് ഈ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കുരുവിടാവുന്നൊരു കാര്യമാണ് കർത്താവെ രക്ഷിക്കണമേ, കർത്താവെ രക്ഷിക്കണമേ. ഞങ്ങൾ നിന്ദിതരും പീഡിതരുമാണ്, ഞങ്ങൾ തകർച്ചകളിൽപ്പെട്ടു ഉഴലുന്നവരാണ്, രോഗമുള്ളവരാണ്, കടബാധ്യത ഉള്ളവരാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി തടസ്സങ്ങളുള്ളവരാണ്, ഞങ്ങളെ രക്ഷിക്കണമേ. അപ്പോൾ അത് വലിയൊരു അനുഗ്രഹമായി മാറട്ടെ. ഈ രക്ഷ അനുഭവിക്കുന്ന ഒരു ആഴ്ചയാണിത്. രക്ഷിക്കപ്പെടേണ്ട അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ട ആഴ്ചയാണ്. പെസഹാവേഴം, ദുഃഖവെള്ളി, ഇങ്ങനെയുള്ള ഈസ്റ്റർ ഞായർ, ഇങ്ങനെയുള്ള തിരുക്കർമ്മങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടും. യഥാർത്ഥത്തിൽ നമ്മൾ പെസഹാവേഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ ഈ 3 ദിവസത്തെ, അതായത് ശനിയാഴ്ച രാത്രി വരെയുള്ള ഒരൊറ്റ ശുശ്രൂഷയാണ്. നമ്മൾ പലപ്പോഴും ചിലപ്പോൾ ഇന്ന് നിങ്ങൾ തീർത്ഥാടനത്തിന് വന്നിരിക്കുകയാണ്, ഇനി പെസഹാവേഴം, ദുഃഖവെള്ളി ഒക്കെ നിങ്ങൾ തീർത്ഥാടനം നടത്തുകയാണെങ്കിൽ ഇടവകപ്പള്ളിയിലെ ഒരൊറ്റ ശുശ്രൂഷയാണത്. വ്യാഴാഴ്ച തുടങ്ങി, അതായത് വ്യാഴാഴ്ച ശുശ്രൂഷ കഴിയുമ്പോൾ ആശീർവാദം നൽകപ്പെടുന്നില്ല, വെള്ളിയാഴ്ച പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നില്ല, വ്യാഴാഴ്ച സൂക്ഷിക്കുന്ന പരിശുദ്ധ കുർബാനയാണ് വിശ്വാസികൾക്ക് വിതരണം ചെയ്യുന്നത്. ഇനി ഈസ്റ്റർ രാത്രി ആ തിരുക്കർമ്മങ്ങളോടുകൂടിയാണ് ആശീർവാദം കൊടുക്കുന്നത്. നമുക്ക് ഇടവകപ്പള്ളി താമസിക്കാൻ പറ്റുകയില്ലല്ലോ, അതുകൊണ്ടാണ് എല്ലാവരും വീട്ടിൽ പോയി തിരിച്ചു വരുന്നത്. പക്ഷേ അതൊരൊറ്റ ശുശ്രൂഷയാണ്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ മല കയറാനോ തീർത്ഥാടനം നടത്താൻ പോയാൽ ഈ വർഷത്തിലൊരിക്കൽ ഇടവവികാരിയുടെ നേതൃത്വത്തിലുള്ള ഈ ശുശ്രൂഷ നമ്മൾക്ക് മിസ്സാവും. രക്ഷിക്കപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രക്ഷിക്കപ്പെടുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകണം. അതാണ് ആരാധനക്രമത്തിലെ പെസഹാത്രിദിനം. അപ്പോൾ നമുക്കത് കടന്നു പോകണം. നമ്മൾ ഇന്നത്തെ സുവിശേഷ വായന, അത് പീഡാനുഭവ ചരിത്രം, ലൂക്കായുടെ സുവിശേഷം നമ്മൾ വായിച്ചു കേൾക്കുമ്പോഴും
കുറേയേറെ വ്യക്തികളെ നമ്മളതിൽ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുരിശിൻ്റെ വഴിയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്ന, അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഈ ആഴ്ച നമ്മൾ കുരിശിൻ്റെ വഴിയിൽ തന്നെ ഈ വ്യക്തികളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ ചില ആളുകൾ കർത്താവിൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി നന്നായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിലൂടെ പോകുമ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹം കിട്ടാൻ നന്നായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. ഒരാളാണെന്ന് തോന്നുന്നു, ഒരാൾ, എൻ്റെ ഒരു ധ്യാന ചിന്തയിൽ ഒരാൾ ഈ അനുഗ്രഹത്തിന് വേണ്ടി നിർബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഒരാൾ ഈ അനുഗ്രഹത്തിന് വേണ്ടി നിർബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. അയാളത് ചെയ്തതുകൊണ്ട് അയാൾക്ക് അനുഗ്രഹമായി. ഇനി ചില ആളുകൾ വലിയതൊന്നും പ്രതീക്ഷിച്ചില്ല, പക്ഷെ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ചില കാര്യങ്ങൾ ചെയ്തു. പക്ഷെ അത് അവർക്ക് അനുഗ്രഹമായി മാറി. ഞങ്ങൾക്ക് അനുഗ്രഹം വേണം എന്ന് പറഞ്ഞ് ചെയ്തതല്ല. ഉദാഹരണത്തിന് നമ്മൾ അങ്ങനെ ആ വ്യക്തികളിലൂടെ കടന്നു പോയാൽ നമുക്ക് ഈ ആഴ്ച എന്ത് ചെയ്യണമെന്ന് നമുക്ക് ഒന്ന് ഊഹിച്ചെടുക്കാനായിട്ട് സാധിക്കും. കുരിശിൻ്റെ വഴിയിൽ മാത്രം കാണുന്ന ഒരു കഥാപാത്രമാണ് വിശുദ്ധ ഗ്രന്ഥത്തിലില്ല. നമ്മൾ കാണുന്ന ബൈബിൾ, POC ബൈബിളിൽ ഇല്ലാത്തൊരാളാണ് കുരിശിൻ്റെ വഴിയിൽ 6-ാം സ്ഥലത്ത് കാണുന്ന വെറോനിക്ക. ബൈബിളിലില്ല. അതൊരു പാരമ്പര്യത്തിൽ നിന്ന് വന്നിട്ടുള്ള കാര്യമാണ്. ഈ വെറോനിക്കയ്ക്ക് എന്ത് തോന്നി ഇല്ലേ? അവൾ സഹതാപത്താൽ നിറഞ്ഞു. അവൾക്ക് അവിടുത്തെ ആശ്വസിപ്പിക്കണം. പട്ടാളക്കാരുടെ മധ്യത്തിലൂടെ അവൾ ഈശോയെ സമീപിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. അപ്പോൾ ഈ ഒരു സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് അനുഗ്രഹിക്കും. അവൾ, കർത്താവേ ഞാൻ നിൻ്റെ മുഖം തുടച്ചു തരാം, എനിക്ക് മുഖം പകർത്തി തരുമോ എന്ന് ചോദിച്ചിട്ട് ചെയ്തതാണോ? അല്ലല്ലോ. അങ്ങനെ ചോദിച്ചിട്ട് ചെയ്തതല്ല. അവൾ സ്നേഹത്തോടെ ചെയ്തതാണ്. സ്നേഹത്തോടെ ചെയ്തു നോക്ക്. കുമ്പസാരവും കുർബാന സ്വീകരണവും ഞായറാഴ്ച ആചരണവും സ്നേഹത്തോടെ ചെയ്തു നോക്ക്. സ്നേഹത്തോടെ വിശുദ്ധവാര ത്രിദിന കർമ്മങ്ങളിൽ പങ്കുചേർന്ന് നോക്ക്. നിങ്ങൾക്കൊരനുഗ്രഹം കിട്ടും. സ്നേഹത്തോടെ ചെയ്തു നോക്ക്. നമ്മളെപ്പോഴും എനിക്കത് വേണം ചോദിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ വേറെ എനിക്കൊന്നും ചോദിച്ചിട്ടില്ല. ഇനി ജെറൂസലേം സ്ത്രീകൾ, 8-ാം സ്ഥലത്ത് ജെറൂസലേം സ്ത്രീകൾ നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ വായിച്ചു കേട്ടു. അവർ ഈശോയെ കണ്ടപ്പോൾ അവർക്ക് സങ്കടം സഹിക്കാൻ പറ്റാതെ അവർ വാവിട്ട് കരഞ്ഞു. എൻ്റെ ഈശോയെ എന്ന് പറഞ്ഞ് വാവിട്ട് കരഞ്ഞു. അപ്പോൾ ഈശോ അവർക്ക് ഒരു സ്വർഗീയമായ ഒരു ആശ്വാസം കൊടുത്തു. കർത്താവേ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കരയാം, ഞങ്ങൾക്ക് ആശ്വാസം തരുമോ എന്ന് ചോദിച്ചിട്ടാണോ അവരത് ചെയ്തത്? അല്ല. അവരത് സ്നേഹത്തോടെ ഉള്ളിൽ നിന്ന് വന്ന കാര്യമാണ്. ഈശോയ്ക്ക് വേണ്ടി അവർ കരഞ്ഞു. അപ്പോൾ അവർക്ക് ആശ്വാസം, ഈശോ ആശ്വാസം കൊടുത്തു. ഇനി അപ്പോൾ അതാണ് വെറുതെ അനുഗ്രഹം കിട്ടിയവർ. വെറുതെ അവരൊന്നും പ്രതീക്ഷിച്ച് പോയതല്ല. അവർ അങ്ങനെ ചെന്നു, ഈശോയെ സ്നേഹിച്ചു, അവർക്ക് അനുഗ്രഹം കിട്ടി. രണ്ടാമത്തെ കൂട്ടർ അതിൽ വരുത്താവുന്നൊരു ആളാണ് ശിമയോൻ. ശിമയോൻ കുരിശ് ചുമക്കാൻ നിർബന്ധിക്കപ്പെട്ടയാളാണ്. അയാളെ ഫോൺ വിളിച്ച് പറഞ്ഞിട്ട് വന്നതൊന്നുമല്ല. ആ വഴി പോകുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വായനയ്ക്ക് ക്യൂ നിൽക്കുന്നത് പോലെ അവിടെ ചെന്ന് നോക്കാം, ചെന്നാൽ വായിക്കാൻ കിട്ടും എന്ന് വിചാരിച്ച് എന്നല്ല, ചെന്ന് നോക്കാം, ചെന്നാൽ ഈശോയുടെ കുരിശൊക്കെ പിടിക്കാൻ ഒരു ചാൻസ് കിട്ടിയേക്കും എന്ന് വിചാരിച്ച് ചെയ്തതല്ല. അയാൾ നിർബന്ധിക്കപ്പെട്ടതാണ്. പ്രിയ ദൈവ പൈതലേ, നിന്നെ എന്തോരം കാര്യങ്ങളിലാണ് നിർബന്ധിക്കുന്നത്. പള്ളിപ്പോ മകനെ, കുമ്പസാരിക്കു മകനെ, ഞായറാഴ്ച ആചരിക്കു മകനെ, അടങ്ങി ഒതുക്കി ഇരിക്കു മകനെ എന്ന് പറഞ്ഞ് എന്തോരം കാര്യങ്ങളിലാണ് നിർബന്ധിക്കുന്നത്. സഭ നിന്നെ നിർബന്ധിക്കുന്നത്. നിർബന്ധപൂർവം നമ്മളെ സഭ ചില കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് ചെയ്താൽ അനുഗ്രഹമാണ്. ശിമയോന് എന്തൊരു ഭാഗ്യമാണ്. നമ്മൾ അങ്ങനെയല്ലേ പാടുന്നത്? ഭാഗ്യമേ ഭാഗ്യം, ഭാഗ്യമേ ഭാഗ്യം. അങ്ങനെയാണ് നമ്മൾ കുരിശിൻ്റെ വഴിയിൽ പാടുന്നത്. ഇനിയും സ്വന്തമായി പരിശ്രമിച്ചവരുണ്ട്. സ്വന്തമായി അവർ കഷ്ടപ്പെട്ട് പരിശ്രമിച്ച അതിലൊരാളാണ് പത്രോസ്. പത്രോസ് അകലെയല്ലാതെ ഈശോയെ അനുഗമിച്ചിരുന്നു. പത്രോസിനെയൊക്കെ ഈശോ ഒരു നോട്ടം നോക്കി. നോട്ടം നോക്കാൻ വേണ്ടി പത്രോസ് അവിടെ ചുറ്റുവട്ടത്തുണ്ടായിരുന്നു. ചുറ്റുവട്ടത്തില്ലായിരുന്നെങ്കിൽ ഈശോ നോക്കിയപ്പോൾ പത്രോസ് കാണുമായിരുന്നു. അപ്പം ചുറ്റുവട്ടത്തൊക്കെ ഒന്ന് നിന്ന് നോക്കും. എന്നിട്ട് പറ്റുന്ന വിധത്തിൽ, നിനക്ക് പറ്റുന്ന വിധത്തിൽ കർത്താവിനെ അനുഗമിക്കും. അപ്പോൾ കർത്താവ് നോക്കും. കർത്താവ് ഒരു നോട്ടം നോക്കിയാൽ നീ കരയും. നീ കരഞ്ഞാൽ നിനക്ക് മാപ്പ് ലഭിക്കും. പല പാപങ്ങൾക്കും നിനക്ക് മാപ്പ് ലഭിക്കും. നീ ആഴ്ച ഒന്ന് കരഞ്ഞു നോക്ക്. നിനക്ക് പൊറുതി കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്ന പാപങ്ങൾക്ക് പോലും നിനക്ക് പൊറുതി കിട്ടും. ഇനി നല്ല കള്ളൻ അയാൾക്ക് ആ കുരിശിൽ കിടന്ന മറ്റേ കള്ളൻ എന്തൊക്കെയാ പറഞ്ഞത്? ഈശോയെ നീ വലിയ ആളല്ലേ, ഞങ്ങളെ ഇറക്കുക എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചപ്പോഴും അവൻ അപരനെ ശകാരിച്ചു. അവൻ ഈശോയ്ക്ക് വേണ്ടി സംസാരിച്ചു. ഈ ആഴ്ച ഈശോയ്ക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റുമോ? ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ പറ്റുമോ?
അവനൊരൊറ്റ പ്രാർത്ഥന. നമ്മളിവിടെ മുട്ടുനിരങ്ങിയും കുരിശിൻ്റെ വഴി ചൊല്ലിയും പ്രാർത്ഥിച്ചും കുറേ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ, പക്ഷേ അവൻ ചങ്ക് തുറന്നൊരൊറ്റ പ്രാർത്ഥന, കർത്താവേ നീ അങ്ങയുടെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെ ഓർക്കണം. ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോയ ആളാണ് നല്ല കള്ളൻ. അപ്പം നല്ല കള്ളൻ്റെ പ്രാർത്ഥന, അങ്ങനെയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുക. നിനക്ക് മാത്രം കിട്ടുന്നൊരു പ്രാർത്ഥന നിൻ്റെ ഉള്ളിൽ നിന്ന് വരട്ടെ പ്രിയ ദൈവ പൈതലേ. ഇനി ജോസഫ് യഥാർത്ഥത്തിൽ അരിമത്യക്കാരൻ ജോസഫ്, അദ്ദേഹം ഈ ഈശോയെ ക്രൂശിക്കാനായിട്ടുള്ള ആലോചന സംഘത്തിൽ ഉണ്ടായിരുന്നയാളാണ്. പക്ഷെ അതിനൊന്നും കൂട്ടുചേർന്നില്ല. പക്ഷേ ഈശോ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ധൈര്യപൂർവ്വം ചെന്നിട്ട് പീലാത്തോസിനോട് ആ ശരീരം ചോദിച്ചു വാങ്ങിക്കാൻ എങ്ങനെ ധൈര്യമുണ്ടായി? എന്നിട്ട് ആരും അടക്കിയിട്ടില്ലാത്തൊരു കല്ലറ വിട്ടുകൊടുത്തു. ഈശോയ്ക്ക് വേണ്ടി ഇനി എനിക്കിതേ ചെയ്യാൻ പറ്റൂ. ഈശോ മരിച്ചടക്കിക്കഴിഞ്ഞിട്ട് എനിക്കിനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പ്രിയ ദൈവ പൈതലേ, നിന്റെ ഈ ജീവിതത്തിൽ നീ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് അടുത്ത കൊല്ലം വിശുദ്ധ വാരത്തിന് നീ ഉണ്ടാകുമോ എന്ന് നിനക്കറിയാമോ? അങ്ങനെയെങ്കിൽ ഈ വിശുദ്ധ വാരത്തിൽ നിന്റെ കർത്താവിന് വേണ്ടി നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? അരിമത്യക്കാരൻ ജോസഫ് കല്ലറ വിട്ടുകൊടുത്തതുപോലെ നിനക്ക് പ്രിയ ദൈവവേദന, നീ സ്നേഹിക്കുന്ന, നിന്നെ രക്ഷിച്ച, നിനക്ക് മാമോദീസയിലൂടെ, കുംഭസാരത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെ, വിശുദ്ധ വിവാഹത്തിലൂടെ നിനക്ക് കൃപകൾ തന്ന നിന്റെ ദൈവത്തിന് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുപോലെ ഒരാളാണ് നിക്കോദെമോസ്. അവസാന നിമിഷം അങ്ങനെ 100 റാത്തൽ സുഗന്ധക്കൂട്ടുമായി വന്നു. യോഹന്നാന്റെ സുവിശേഷം 19:39 അരിമത്യക്കാരൻ ജോസഫ് വിളിച്ചു പറഞ്ഞിട്ട് വന്നതാണോ? അത് ഉള്ളിൽ കിട്ടിയ ബോധ്യമാണ്. എനിക്ക് സുഗന്ധദ്രവ്യം കൊണ്ട് കർത്താവിൻ്റെ ശരീരം പൊതിയണമെന്ന് എനിക്കിതേ ചെയ്യാൻ പറ്റൂ. ഫരിസേയരുടെ കൂട്ടത്തിൽ പെട്ടവരാണ് ഈ 2 പേരും. എനിക്ക് കർത്താവിന് വേണ്ടി ഇതേ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞ് ഇത് കർത്താവിന് വേണ്ടി അവർ ചെയ്തു. ഇനി മറ്റൊരാളാണ് ശതാധിപൻ. ഈശോ കുരിശിൽ മരിച്ച നിമിഷം തന്നെ ഇതെല്ലാം നോക്കിക്കണ്ട് നിന്നിട്ട് അങ്ങനെ മിണ്ടാതെ പോയില്ല. സത്യമായും ഈ മനുഷ്യൻ നീതിമാനായിരുന്നു എന്ന് വിളിച്ചു. എന്നാ ടൈമിംഗ് ആണ്. കുറച്ചു നേരം അങ്ങ് മാറിപ്പോയിരുന്നെങ്കിലോ പ്രിയ ദൈവവേദലേ, ഈ വിശുദ്ധ വാരത്തിൽ നിനക്ക് ടൈമിങ് കീപ്പ് ചെയ്യാൻ പറ്റട്ടെ. നിനക്ക് നഷ്ടപ്പെട്ടു പോയി, അയ്യോ എൻ്റെ ഒരു ചാൻസ് പോയി എന്ന് തോന്നാതിരിക്കട്ടെ. നമുക്ക് ഈ ചിന്തകൾ സ്വീകരിക്കാം. വെറുതെ അനുഗ്രഹം കിട്ടിയവരുണ്ട്, നിർബന്ധിക്കപ്പെട്ട അനുഗ്രഹം വാങ്ങിച്ചവരുണ്ട്, സ്വന്തമായിട്ട് പരിശ്രമിച്ച് അനുഗ്രഹത്തിലേക്ക് കടന്നു വന്നവരുണ്ട്. നമുക്ക് ഈ വിശുദ്ധ വാരം അനുഗ്രഹമാകട്ടെ, ഈ തീർത്ഥാടനം അനുഗ്രഹമാകട്ടെ, ത്രിദിനം അനുഗ്രഹമാകട്ടെ, നല്ലൊരു ഈസ്റ്റർ ഗിഫ്റ്റ് നമുക്ക് ലഭിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഈ സമയം എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ വിശ്വാസ പ്രമാണം നമുക്ക് ഏറ്റുചൊല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യമദൃശ്യമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്ക് മുൻപ് പിതാവിൽ ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിലുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന പോന്തിയസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചുടയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും
ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, പിതാവായ ദൈവത്തോട് ഭക്തിവിശ്വാസ പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭ ഈ പീഡാസഹന കാലത്ത് അവിടുത്തെ രക്തത്താൽ പരിപൂർണമായി ശുദ്ധീകൃതയാകാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ രക്തം വഴി ലോകത്തിലുള്ള സകലതും സമാധാന മാർഗത്തിലൂടെ ചരിച്ച് രക്ഷ നേടുന്നതിന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗത്താലും അധ്വാനത്താലും ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൽ പങ്കാളികളാകുന്ന എല്ലാവർക്കും ശക്തിയും ക്ഷമയും പ്രദാനം ചെയ്യാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും വഴി നമ്മളെല്ലാവരും ഉയർപ്പിൻ്റെ മഹത്വത്തിലേക്ക് എത്തിച്ചേരുന്നതിന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അല്പസമയം മൗനമായി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങ് ജനത്തിൻ്റെ പ്രാർത്ഥനകളോടുകൂടെ അങ്ങായിരിക്കണമേ. ആത്മവിശ്വാസത്തോടെ ചോദിക്കാൻ ഞങ്ങൾ തുനിയാത്തത് പോലും അങ്ങേ പുത്രൻ്റെ പീഡാസഹനത്തിൻ്റെ അനന്ത യോഗ്യതകളാൽ ഞങ്ങൾ സംപ്രാപിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. മലരും തരുശിഖരങ്ങളുമായി രക്ഷകനെ ജനമെതിരേറ്റു ജയമേലുന്നൊരു നായകനായി അർച്ചനയതുപോലെകുന്നു. ജഗദീശനുടെ സുതനെന്ന് ജനതകൾ ഖ്യാതിയുയർത്തുന്നു. അവരുടെ സ്വരമാമേഘത്തിൽ ഹോസാനാധ്വനി പകരുന്നു. മലരും തരുശിഖരങ്ങളുമായി രക്ഷകനെ ജനമെതിരേറ്റു ജയമേലുന്നൊരു നായകനായി അർച്ചനയതുപോലെകുന്നു. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കുണ്ട് നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാട്ടെ. കർത്താവേ, അങ്ങേകപുത്രന്റെ പീഡാസഹനം വഴി അങ്ങേ സംപ്രീതി ഞങ്ങൾക്ക് സമീപസ്ഥമാക്കിയല്ലോ. അതേ സംപ്രീതി ഞങ്ങളുടെ പ്രവൃത്തികളുടെ യോഗ്യതകളാലല്ലെങ്കിലും അവിടുത്തെ സനാതനമായ ഏകബലി വഴി അങ്ങേ കാരുണ്യത്താൽ മുൻകൂട്ടി ഞങ്ങൾ അനുഭവിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമന്ത്രി. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിരപരാധിയെങ്കിലും അവിടുന്ന് പാപികൾക്കു വേണ്ടി പീഡകൾ സഹിക്കാൻ തിരുവുള്ളമാവുകയും
ദുഷ്ടർക്കു വേണ്ടി നീതിരഹിതമായ വിധിക്ക് വിധേയനാവുകയും ചെയ്തുവല്ലോ. അവിടുത്തെ മരണം ഞങ്ങളുടെ പാപമാലിന്യങ്ങൾ കഴുകിക്കളയുകയും ഉത്ഥാനം വഴി ഞങ്ങൾക്ക് നീതിമൽക്കരണം നേടിത്തരുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങി മഹിമകളാം നിരഞ്ഞുമതയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേക്കും രംഗിതുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും
അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരും വരെ അങ്ങേ മരണമേങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയിർപ്പ് പറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ച് കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ്യ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ.
എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം ക്രിസ്തുവിന്റെ സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാണി എങ്ങളിൽ കനിനമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാണി എങ്ങളിൽ കനിനമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാണി ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദിവ്യദാനത്താൽ സംതൃപ്തരായി അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങേ പുത്രന്റെ മരണം വഴി ഞങ്ങൾ വിശ്വസിക്കുന്നവ പ്രത്യാശിക്കാൻ ഞങ്ങളിടയാക്കിയ അങ്ങ് അവിടുത്തെ ഉദ്ധാനത്തിലൂടെ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നിടത്ത് എത്തിച്ചേരുവാനും ഇടയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവെ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും
കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനുടനെ